വിശുദ്ധ സ്നാനത്തോടെ മഹാകുംഭമേളയ്ക്ക് കൊടിയിറങ്ങി. ഇനി 2169 ഹിന്ദു സമൂഹത്തിൻ്റെ ഏറ്റവും വലുതും പവിത്രവുമായ ഒത്തുചേരലുകൾ ഒന്നായ മഹാകുംഭമേളയ്ക്ക് കൊടിയിറങ്ങി. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ മഹാശിവരാത്രിയിലെ അവസാന വിശുദ്ധ സ്നാനത്തോടെയാണ് ഔദ്യോഗികമായി സമാപിച്ചത്. 144 വർഷത്തിലൊരിക്കൽ നടന്നു വരുന്ന മഹാകുംഭമേള ഇനി 2169 നടക്കുക. 45 ദിവസം നീണ്ടുന്ന ഇത്തവണത്തെ കുംഭമേള 2025 ജനുവരി 13 ആരംഭിച്ച് ഫെബ്രുവരി 26 വരെയാണ് നീണ്ടുനിന്നത്. പുണ്യനദികളായ ഗംഗ, യമുന, സരസ്വതി എന്നിവ സംഗമിക്കുന്ന ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിലാണ് കുംഭമേള നടക്കുന്നത്. പ്രയാഗ്രാജിലെ ത്രിവേണി സംഗമത്തിലെ സ്നാനമാണ് പ്രധാന ചടങ്ങ്. ഇത്തവണ കോടിക്കണക്കിന് ഭക്തരാണ് പുണ്യസ്ഥാനത്തിന് എത്തിയത്. ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ കണക്കനുസരിച്ച് 66.30 കോടി തീർത്ഥാടകർ സ്നാനം നടത്തിയതായി പറയുന്നു. മഹാകുംഭമേളയോടനുബന്ധിച്ച് വിപുലമായ ഒരുക്കങ്ങളാണ് ഉത്തർപ്രദേശ് സർക്കാർ ഒരുക്കിയത്. 37,000 പോലീസുകാരെയും 14,000 ഹോം ഗാർഡുകളെയും സുരക്ഷയ്ക്കായി വിന്യസിച്ചു. 2750 AI ക്യാമറകൾ, ത്രിതല പോലീസ് കൺട്രോൾ സംവിധാനം, 50 വാച്ച് ടവറുകൾ എന്നിവയും തീർത്ഥാടകർക്കായി സുരക്ഷയ്ക്കായി ഒരുക്കുകയുണ്ടായി. എന്നിട്ടും തീർത്ഥാടന തിരക്ക് കാരണം ഇത്തവണ 15 പേർക്ക് ജീവൻ നഷ്ടമാകുന്ന സ്ഥിതിയുണ്ടായി. കുംഭമേള ദിനങ്ങളിൽ ഒരു പ്രധാന ദിനമായി മൗനി അമാവാസി ദിനത്തോടനുബന്ധിച്ച് നടന്ന അമൃത് സ്നാനത്തിനിടെയാണ് അപകടമുണ്ടായത്. 30-ലേറെ പേർക്ക് പരിക്കേറ്റു. തിരക്ക് നിയന്ത്രിക്കാൻ സ്ഥാപിച്ച ബാരിക്കേഡുകൾ തകർത്ത് ജനക്കൂട്ടം മുന്നോട്ട് വന്നതാണ് അപകടത്തിന് കാരണമായത്. വിശ്വാസത്തിൻ്റെ ഉത്സവം മാത്രമല്ല, സമൃദ്ധിയുടെ ഉത്സവം കൂടിയാണ് മഹാകുംഭമേള. ഈ ചരിത്രപരമായ ഒത്തുചേരൽ FMCG, സാങ്കേതിക വിദ്യ, ധനകാര്യം എന്നിവയിൽ നിന്നുള്ള വാണിജ്യത്തെ ആകർഷിക്കുകയും വിശാലമായ വാണിജ്യ അവസരങ്ങൾ തുറക്കുകയും ചെയ്തു. 27,500 കോടി രൂപയുടെ നിക്ഷേപമാണ് മഹാകുംഭമേളയുമായി ബന്ധപ്പെട്ട് നടന്നത്. ഐക്യത്തിൻ്റെ മഹായാഗം പൂർത്തിയായതായി തീർത്ഥാടന സമാപനത്തിൽ നൽകിയ ഭക്തർക്കുള്ള സന്ദേശത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. തീർത്ഥാടന വേളയിൽ ഭക്തർക്ക് എന്തെങ്കിലും അസൗകര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ താൻ ക്ഷമ ചോദിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 45 ദിവസത്തിനുള്ളിൽ ഈ പവിത്രമായ ഉത്സവത്തിൽ 65 കോടി ഭക്തരുടെ ഒത്തുചേരലിന് സാക്ഷ്യം വഹിച്ചു. ഇത് 2019 അർദ്ധ കുംഭമേളയിൽ പങ്കെടുത്ത 24 കോടിയിൽ നിന്ന് അസാധാരണമായ വർധനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഹിന്ദു ഐക്യത്തിൻ്റെ ഈ മഹത്തായ അവസരം ഇനി 2169 മാത്രമേ മടങ്ങി വരൂ.